ഹലോ, രാവിലെ എണീറ്റ് നല്ലൊരു പല്ല് തേപ്പാണ്. ഞാൻ വീട് പണി തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും പനി പിടിച്ചു, തിളച്ച എണ്ണ കയ്യിലൊറ്റി, ആകെ മൊത്തം കാറ്റ് പോയ സൈക്കിളിന്റെ അവസ്ഥയാണ് എന്റെ. രാവിലെ തന്നെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനും കൂടെ ചേർന്നിട്ടാണ് പണിയാണ്. അച്ഛമ്മ പണികളൊക്കെ നേരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അടുക്കളയിൽ പണിക്കാർക്ക് ഭക്ഷണം വെക്കുന്ന തിരക്കിലാണ്. ചപ്പാത്തിയും കടലക്കറിയാണ് ഇന്ന് പണിക്കാർക്ക്. വെളിയിൽ നിന്ന് ഒരുപാട് കഴിക്കൽ ഇപ്പൊ ഞാൻ കുറച്ചു. ഇപ്പൊ അമ്മന്റെ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെറിയ കല്ല് അച്ഛന്റെ കാലിൽ തട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടി. അച്ഛൻ ഇതൊക്കെ ജുജുബി കേസാണ് ഇത്ര. അങ്ങനെ തർപ്പണി ഏകദേശം കഴിഞ്ഞ് അച്ഛനും ഞാനും കല്ലൊന്ന് നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാട്ടിന്റെ ഉള്ള ചെങ്കലിന്റെ കോറി പോയി വിലകളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനും അച്ഛനിപ്പോ തിരിച്ച് നേരെ വീട്ടിൽ പോയത് ഇതുപോലെ കുളംകോരി എടുത്ത് വേറൊരു ഭാഗത്ത് ചപ്പ് ഇതുപോലെ വലിച്ച് മൊത്തത്തിൽ മാറ്റി കത്തിക്കുകയാണ്. എങ്ങനെങ്കിലും തീ പോലെ പടന്നു എന്ന് പറഞ്ഞാൽ കെടുത്തേണ്ട വെള്ളവും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അച്ഛമ്മ വീട്ടില് വേറൊരു പണിയിലാണ്. ചിരട്ടിയിലെ ഒട്ടുപാല് കളയാ. ഇതുപോലെയുള്ള ചിരട്ടിയിലെ ഈ ഒട്ടുപാല് മൊത്തം വലിച്ചെടുത്ത് കളയലാണ് അച്ഛമ്മന്റെ പരിപാടി. ശേഷം ഞാൻ വേറെ സ്ഥലത്ത് ഒരു പപ്പായ മരത്തിൽ കയറിട്ടിട്ട് ഇതുപോലെ വലിക്കുകയാണ്. അത് മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് വലിച്ച് നിലത്തിട്ടിട്ടുണ്ട്. ശേഷം ഡ്രസ്സ് ഒന്ന് മാറി നേരെ വണ്ടി എടുത്തിട്ട് ഞാനിപ്പോ കല്ലെടുക്കണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈ പൊള്ളിയതുകൊണ്ട് കൈ ആകെ എന്തോ പോലെ. കുഴപ്പമില്ല, ഇനി എന്തൊക്കെ വരുന്നോ എന്തോ. ശേഷം നേരെ ചെങ്കൽക്കോറി എത്തി ലോഡിങ് കയറി വരുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം നമ്മുടെ എടുക്കാൻ്റെ വണ്ടി നേരെ ചേർത്ത് വെച്ചിട്ട് ഇപ്പൊ കല്ലൊക്കെ കയറ്റാൻ തുടങ്ങുകയാണ്. കല്ല് കയറ്റാൻ തുടങ്ങിയത് ഞാൻ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്ന ഒരു സോഡ വാങ്ങിച്ച് കുടിക്കുകയാണ്. അത്രയ്ക്ക് നല്ല ചൂടാണ് വെളിയിൽ. പിന്നെ ഇപ്പൊ കല്ലടിച്ച ശേഷം അച്ഛൻ കുറച്ച് കല്ല് വേറെ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇട്ടിരിക്കുന്ന ചുവപ്പ് ബനി എന്ന് പറയുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് മുമ്പ് വാങ്ങിച്ചു തന്നതാണ്. അച്ഛൻ അത് വീട്ടിലിടുന്ന ബനിയനാക്കി. കുഴപ്പമില്ല, അച്ഛൻ ഇട്ടോട്ടെ. ഞാൻ സഹായിച്ചില്ല എന്ന് ആരും പറയണ്ട. ഞാനും അച്ഛനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ അമ്മ മുറ്റം ഓടിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛമ്മയാണെങ്കിൽ അത് നോക്കിയിട്ടിരിക്കുകയാണ്. അമ്മ മുറ്റം ഓടിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചീത്ത പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അച്ഛമ്മ. പിന്നീട് ഇതുപോലെ ബെഡിലേക്ക് ചാടി ഒറ്റ കടത്താം സ്പൈഡർമാനെ പോലെ. നല്ലൊരു ഉറക്കം. കുറെ പേര് ഫോണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ കോളും എടുക്കാൻ പറ്റിയില്ല. ക്ഷമിക്കണം, നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കം വൈകുന്നേരത്തെ എണീറ്റ് ഇപ്പൊ അമ്മനെയും കൂട്ടി അമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പൂട്ടി കിടക്കുന്ന അമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറഞ്ഞിട്ട് ആ വിഷമത്തിൽ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ അപ്പന്റെ ഓർമ്മകൾ പറഞ്ഞ ഒരേ വിഷമത്തിലാണ് അമ്മ. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും മുറ്റത്ത് നല്ലൊരു തേള്. ഇവൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ പറയണില്ല കേട്ടാ. ശേഷം റൂമിൽ വന്ന് ഡയറി എഴുതി കണക്ക് വിവരങ്ങളും എഴുതി നല്ല തലവേനയും പനിവേനയും പോലെയുണ്ട്. നല്ലൊന്ന് കിടന്നുറങ്ങട്ടെ. അപ്പൊ എല്ലാവരും ചിരിച്ച് പോസിറ്റീവായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.